കാളികാവ് ചരിത്രപ്രധാനമായ ധാരാളം സംഭവങ്ങൾ നടന്നിട്ടുള്ള നിലമ്പൂരിലെ മണ്ണാണ് കാളികാവ്. വിപ്ലവത്തിന്റെ ചരിത്ര നിമിഷങ്ങൾ പറയാൻ ഈയൊരു വീഡിയോ മതിയാവാത്തതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം ഇപ്പോൾ പറയുന്നു. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് കാളികാവ്. ജന്മിത്ത നാടുവാഴിത്ത സമ്പ്രദായത്തിന്റെ ശേഷിപ്പുകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരിടം കൂടിയാണ് കാളികാവ്. കരുവാരക്കുണ്ട് കണ്ണത്ത് പ്രദേശത്തെ പുരാതന കാളി ക്ഷേത്രത്തിന്റെ കാവായിരുന്നത്ര ഇന്നത്തെ കാളികാവ്. കണ്ണത്ത് കാളികാവ് എന്നായിരുന്നു ഈ പ്രദേശം അറിയപ്പെട്ടു പോന്നിരുന്നത്. ഇന്നത്തെ അമ്പലക്കുന്ന് മൈതാനമായിരുന്നു അത്ര പഴയ കാവ്. കണ്ണത്ത് കാളികാവ് ലോപിച്ചാണ് പിന്നീട് കാളികാവായി മാറിയത്. സമരങ്ങളും പോരാട്ടങ്ങളും ഒട്ടേറെ കണ്ട മണ്ണാണ് കാളികാവിൻ്റേത്. ചരിത്രം മാപ്പിള ലഹളയെന്നും മലബാർ കലാപമെന്നും വിശേഷിപ്പിക്കുന്ന 1921 സമരത്തിന്റെ ശേഷിപ്പുകൾ കാളികാവിന്റെ ചരിത്രരേഖയിൽ മങ്ങാതെ കിടപ്പുണ്ട്. സമരത്തിന്റെ പ്രധാന നേതാവായിരുന്ന വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ആജിയെ വെള്ളപ്പട്ടാളം വളഞ്ഞു പിടിക്കുന്നത് ഇന്നത്തെ ചോക്കാട് പഞ്ചായത്തിലെ കല്ലാമുല ചിങ്കക്കല്ലിൽ നിന്നായിരുന്നു. 1896 കാളികാവ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങിയത്. മാപ്പിള ലഹള കാലത്ത് കരുവാരക്കുണ്ടിൽ നിന്നെത്തിയ സമരക്കാർ കാളികാവ് പോലീസ് സ്റ്റേഷന് നേരെ ആക്രമണം നടത്തിയിരുന്നു. പുല്ലങ്കോട് എസ്റ്റേറ്റിലെ ആദ്യകാല മാനേജറായിരുന്ന ഈറ്റൺ എന്ന വെള്ളക്കാരനെ ലഹളക്കാർ പിടിച്ചു വധിച്ചു. ഇതോടെ ബ്രിട്ടീഷ് പട്ടാളം ലഹളയെ സർവ്വശക്തിയും ഉപയോഗിച്ച് അടിച്ചമർത്തുകയും ചെയ്തു. പുല്ലങ്കോട് എസ്റ്റേറ്റിന്റെ പ്ലാന്റേഷനോടുകൂടിയാണ് കാളികാവിന്റെ ചരിത്രം മാറുന്നത്. പടിഞ്ഞാറെ കോവിലക്കാരുടെയും കൂക്കിൽ തറവാട്ടുകാരുടെയും കയ്യിൽ നിന്ന് 99 വർഷത്തേക്ക് ഭൂമി പാട്ടത്തിനെടുത്താണ് 1906 പുല്ലങ്കോട് എസ്റ്റേറ്റ് സ്ഥാപിതമാകുന്നത്. 2200ഓളം ഏക്കറിൽ റബ്ബർ വളർന്നതോടുകൂടെ ജോലി തേടി നിരവധി പേർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കുടിയേറി. പുല്ലുംകാടും പിടിച്ചുകിട നിന്ന കാളികാവിന്റെ മണ്ണ് ജനവാസയോഗ്യമായി മാറിയതോടുകൂടെ കുടിയേറ്റം തുടർന്നു. കാളികാവിന്റെ ചരിത്രം ഇനിയും തുടരും. നന്ദി.